ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുക കേട്ടോ, കൊല്ലംകോട് വരെ ഒന്ന് പോകുക കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്ക് എൻ്റെ ബസ് ആകെ പോയി കിട്ടി. ഈ കനാലിൽ നിന്ന് നോക്കിയാൽ തന്നെ ബസ് വരുന്നത് കാണാൻ പറ്റുണ്ടോ? ആ പാടങ്ങളുടെ അപ്പുറത്തൂടെ റോഡ്, പക്ഷേ ഇതാണ് കനാൽ കേട്ടോ. ഇത് കാണുന്ന കനാലിൻ്റെ സൈഡിലൂടെ പോകുന്നത് കേട്ടോ. പക്ഷേ ബസ് ഇവിടെ നോക്കുമ്പോൾ ബസ് പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഇപ്പോൾ ഓട്ടോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഗൈസ്. ഇതാണ്ട് എൻ്റെ പ്ലേസ്. ഇവിടെ 5 കിലോമീറ്റർ പോയാലാണ് എൻ്റെ കൊല്ലംകോട് എത്തുന്നത് കേട്ടോ. കണ്ടോ, നല്ല മഴയാണ് ഗൈസ്. കണ്ടോ, കാണുന്നുണ്ടോ? ക്ലിയറായി കാണാൻ പറ്റില്ല കേട്ടോ, അടിപൊളി മഴയാണ്. പിന്നെ ഇവിടെ ഒത്തിരി പാടങ്ങളുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? ഇവിടെ ഒത്തിരി പാടങ്ങളുണ്ട്. പിന്നെ ഇതൊരു കുഞ്ഞു കുളമാണ് കേട്ടോ, അതാ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു കനാലുണ്ട്, അതാ കണ്ടോ കനാലിൻ്റെ അപ്പുറത്ത് ഒത്തിരി പാടങ്ങളുണ്ട് കേട്ടോ. കനാലിൻ്റെ അപ്പുറത്തും വലിയ ആ ടവർ കണ്ടോ, ആ ടവറിൻ്റെ അപ്പുറത്തൊക്കെ ഫുൾ പാടങ്ങളാണ് കേട്ടോ കാണുന്നേ. പിന്നെ അവിടെ മലയുണ്ട്, പക്ഷെ മല കാണുന്നില്ല കേട്ടോ. മഴക്കാറുണ്ട്, പിന്നെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് പാടങ്ങളൊന്നും കാണുന്നില്ല. ഇത്രേ കാണുന്നില്ല ഗൈസ്. എല്ലാവർക്കും സുഖമാണ് ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ എല്ലാം മഴയൊക്കെ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ എല്ലാവിടെയും മഴ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. അവിടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം മഴ ചെറുതായി കുറഞ്ഞു കേട്ടോ. മലയിൽ കൊണ്ടോ വെള്ളം, എന്ത് ജാതി വെള്ളം ചാടുന്ന കാണിച്ചു തരാം കേട്ടോ ഗൈസ്. പക്ഷെ മലയിൽ വെള്ളം ചാടുന്ന കാണാൻ പറ്റുന്നില്ല. കാർമേഘങ്ങൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ, അതുകൊണ്ട് വലുതായി കാണാൻ പറ്റുന്നില്ല. കൊണ്ടോ ആ കാണുന്നതാണ് പലയിപ്പാണ്ടി കേട്ടോ. വെള്ളം കുറച്ച് നല്ല തിക്നെസ്സായിട്ട് വരുന്നുണ്ടോ, അതാണ് പലയിപ്പാണ്ടി എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നന്നായി കാണാൻ പറ്റും. പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി അങ്ങോട്ട് ഒരു 5 കിലോമീറ്റർ ചെയ്യുന്നത് ഇതിനേക്കാൾ അടിപൊളിയായി കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാ കാണുന്നതാണ് കുളം കേട്ടോ. ഇതാണ് ഞാൻ പോകുന്ന റോഡ്. പിന്നെ ഇത് കനാലാണ് കേട്ടോ. കനാലിൻ്റെ ഇരുവശത്തും നല്ല ചെടികളെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ, അതുകൊണ്ട് കനാൽ നേരെ കാണാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അതാ കാണുന്നുണ്ട്, ഇവിടെ ഫുൾ പാടങ്ങളാട്ടോ. ഇത് എൻ്റെ വീട്ടിൽ പ്ലേസിലത്തെ പാടങ്ങളാട്ടോ. അതാ ഈ കാണുന്ന ഈ ടവർ കാണുന്ന ഇവിടുത്തെ ഈ ടവർ പോകുന്നത് നേരെ കഞ്ചിക്കോട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ പാടങ്ങൾ ഇങ്ങനെ ഇടയിൽ ടവർ വെച്ചിട്ടുണ്ട്. നല്ല വൈബാട്ടോ. എൻ്റെ കൊല്ലംകോട് എന്ന് വെച്ചാൽ നല്ല വൈബ്. ഇതിനേക്കാൾ വൈബാണ് അവിടെ. ഇതും വൈബ് തന്നെ, പക്ഷെ ഇതിനേക്കാളും നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അവിടെയാണ് കേട്ടോ. സീതാർകുണ്ട് ആ ഭാഗത്തൊക്കെയാണ് കേട്ടോ. എൻ്റെ പൊന്നി, എൻ്റെ കൂടെ പറന്നു പോണു. ഒരു തെങ്ങിലൊന്നും ഇല്ല കേട്ടോ. ആ തെങ്ങ് ചുമ്മാ എല്ലാം കേട് വന്ന് നിൽക്കുക. പിന്നെ ആ കുളത്തിൻ്റെ ചുറ്റും തെങ്ങുണ്ട് കേട്ടോ. ആ കാണുന്ന കുളമാണ് കേട്ടോ. ഇതിലൊക്കെ ഒത്തിരി പേര് മീനൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. വേനൽക്കാലത്തൊക്കെ മീൻ പിടിക്കുന്ന കുളം തന്നെ കേട്ടോ. എൻ്റെ ഒരു വണ്ടി പോലും വരത്തില്ല കേട്ടോ. ഇത് ബസ് റൂട്ടൊന്നും അല്ല കേട്ടോ, കാറ് ബൈക്ക് അങ്ങനത്തെ വണ്ടി മെയിൻ റൂട്ടൊന്നും അല്ല കേട്ടോ. ഇതിൽ പോയാൽ ടൗണിലേക്കൊക്കെ പോകാൻ പറ്റും, ബസ് ഇറങ്ങിയൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഞാൻ ആകെ ബസ് പോയിട്ട് പെട്ടു കിടക്കുക ഗൈസ്. ഓട്ടോക്കാരന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓട്ടോക്കാരനെയും കാണുന്നില്ല. അയാളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ വഴിയില്ല, ഓട്ടോയിൽ പോകാതെ വേറെ നിവൃത്തിയില്ല. ബസ് പോയി കഴിഞ്ഞു, 10-20 ബസ്സും പോയി. പിന്നെ വേറെ ബസ്സുണ്ടായിരുന്നു, ആ ബസ്സിനെ മിസ്സായി. വീട്ടിൽ കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ കഴിഞ്ഞിട്ട് മഴ കാരണം ഒത്തിരി റിസ്ക് ആയിരുന്നു. വാവസിനെ മഴയത്ത് എങ്ങനെയൊക്കെ കൊണ്ട് പയ്യെ വിട്ടായിരുന്നു. 1 വീക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റിയില്ല. എന്നാൽ സ്കൂളിലേക്ക് ചെന്നേ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് രാവിലെ നേരത്തൊക്കെ തന്നെ എണീറ്റ് 5 മണിൻ്റെ മുന്നൊക്കെ തന്നെ എണീറ്റ്. പക്ഷെ എന്നാലും ജോലിയൊന്നും തീർന്നില്ല. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ബസ് പോയി കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞു, അച്ഛാ ബസ് പോയി, ഞാൻ ഓട്ടോയിൽ പോകുന്നു എന്ന് പറഞ്ഞു. പറയണ്ടേ, അവർ ഈ ബസ്സിൽ പോകുമെന്ന് വിചാരിച്ച് കാണാം. അപ്പോൾ ചിലപ്പോൾ ഓട്ടോയിലേക്ക് പോയാൽ വേറെ പ്ലേസിൽ പോയിട്ട് വേണം ബസ് കയറാൻ. അപ്പോൾ അതുകൊണ്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞു. അച്ഛൻ അമ്മയോട് പറഞ്ഞു, അച്ഛൻ വീട്ടിലുണ്ട് കേട്ടോ. അച്ഛന് പണി കുറവാണ്, അപ്പോൾ അതുകൊണ്ട് വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് കൂട്ടായി അച്ഛനുണ്ട്. ഇപ്പോൾ ഞാൻ പോയിട്ട് വരുന്നതിന് പണിയൊക്കെ കുറവ് തന്നെ. അപ്പോൾ അച്ഛൻ വീട്ടിലുണ്ട് ഗായ്സ്. ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമല്ലേ ഗായ്സ്. എൻ്റെ കൂടെ എങ്ങനെയുണ്ട് ഗായ്സ്? വാവസിന് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മേടിച്ച കുടയാട്ടോ. വാവസിന് ഈ വർഷം വേറെ കുട മേടിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കുട ഞാൻ എടുത്തു. എനിക്ക് ഈ കുട എൻ്റെ സ്വന്തം ഗായ്സ്. അടിപൊളിയല്ലേ ഗായ്സ്? ഹേ ഗായ്സ്, അപ്പോൾ അതോ എൻ്റെ ഓട്ടോ വരുന്നുണ്ടോ, കാണുന്നുണ്ടോ? ആ വൈറ്റ് കാർ ഓട്ടോ വരുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഗായ്സ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. മഴയൊക്കെയാണ്, പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങുക ഗായ്സ്. ടാറ്റാ ബൈ ബൈ, സീ യു.